അതന്നല്ലേ പെണ്ണിന്റെ പരാതി. നീ നോക്കിയാലല്ലേ ചങ്ങായി ഒരു പാല അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ. നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു പ്രതികരണം ഉണ്ടെങ്കിലല്ലേ നിന്റെ ഭാര്യക്ക് തിരിച്ചുണ്ടാകോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഇന്ന റജുലൻ ഇദാ നദറ ഇല ഇംറഅതിഹി വ നദറതു ഇലൈഹി നദറല്ലാഹു തആല ഇലൈഹിം നദറത റഹ്മാ. നബി പറയുന്നത് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണോ, പടച്ചവന്റെ കാരുണ്യം നിന്റെ വീടിന്റെ അകത്തിറങ്ങണോ, നിനക്ക് സന്തോഷം വേണോ, നിനക്ക് സമാധാനം വേണോ, ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അത് 21 വയസ്സുള്ളവളാകട്ടെ, അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 60 70 വയസ്സുള്ള തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ രോഗം പിടിച്ച് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന പെണ്ണാകട്ടെ ഭർത്താവാകട്ടെ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ ആ വീട്ടിലേക്ക് പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുകയാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പെരുമഴ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. എന്ത് ചെയ്തപ്പോ? നിസ്കരിച്ചപ്പോഴല്ല, സദഖ കൊടുത്തപ്പോഴല്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോഴല്ല, യതീമീങ്ങളെ സഹായിച്ചപ്പോഴല്ല, അള്ളാന്റെ പള്ളിക്ക് സദഖ കൊടുത്തതിന്റെ പ്രതിഫലമല്ല, നീ വിവാഹം കഴിച്ച് ഹലാലായ മഹർ കൊടുത്ത് കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നീ ഒന്ന് നോക്കിയാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ വീട്ടിലേക്ക് പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുകയാണ്.